അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. വേണ്ട, എനിക്ക് തീർത്തി. അപ്പഴ നിൽക്കുന്നായത് എങ്ങോട്ടും അങ്ങോട്ട് പോകുന്നത്? ഇത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന്. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന്. എന്താണ് മക്കളെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യം എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ എന്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. അതിന്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊമ്പോറിയായത്. ഒന്നും പറയണ്ട. നിങ്ങൾ പ്രസ് മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ അതിന് എന്നോട് അപ്പോഴ് ചെയ്യണം. ഇതെന്ത് ന്യായം? ഇതാ ഇവിടുത്തെ ന്യായം. ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞത്. തെളിവണ്ടടിക്കുണ്ട്. ഇന്നളിയണ്ട വിട് പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരൻ പോലുള്ള ഒരാളാണ്. അത് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണ് ചിലപ്പോൾ ശ്രദ്ധിക്കും, മൈക്കുള്ളതുകൊണ്ട്. അത് ഇവൻ എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ തമാശല്ലേ. ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. അപ്പൊ പിന്നെ പോട്ടെ സ്വാമി, പോവാനാ.